നമ്മുടെ ഇന്നത്തെ വർക്ക് കൊറോണ ട്രീറ്റ്മെന്റ് ഇൻസ്റ്റാളേഷൻ ആണ്. ഈ കാണുന്ന രീതിയിലുള്ള കൺട്രോൾ പാനൽ ബോക്സ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ ഈ കാണുന്ന രീതിയിലുള്ള സർക്യൂട്ട് ബോർഡുകളൊക്കെ നിങ്ങൾക്ക് ഈ പാനൽ ബോക്സിൽ കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് സെൻസർ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, പ്രോക്സിമിറ്റി സെൻസർ. നമ്മുടെ റോളർ കണ്ടിന്യൂസ് റൺ ചെയ്യുന്നു എന്നുള്ളൊരു സിഗ്നൽ ലഭിക്കുന്നതിനാണ് നമ്മൾ ഈ ഒരു പ്രോക്സിമിറ്റി സെൻസർ ഉപയോഗിക്കുന്നത്. അതുപോലെ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഞാൻ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ കൂളിങ്ങിനായിട്ട് കുറച്ച് ഓയിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് മെഷീൻ റൺ ചെയ്ത് നോക്കാം. മെഷീൻ റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും FC എന്ന് കാണാൻ പറ്റും. അതായത് എൻ്റെ റോളർ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതായത് ഫിലിം ബ്രേക്ക് എന്നുള്ള ഒരു സിഗ്നലാണ് നമുക്ക് ലഭിക്കുന്നത്. കറക്റ്റ് ആയിട്ട് റോളർ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ട്രീറ്റ്മെന്റ് യൂണിറ്റ് വർക്ക് ആവുകയുള്ളൂ. മെഷീൻ ഇൻസ്റ്റാളേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് എക്സ്ട്രൂഷൻ ഫിലിമിലൊക്കെയാണ് സാധാരണയായിട്ട് കൊറോണ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. അതായത് പ്രിന്റിംഗ് ജോബിന് വേണ്ടിയിട്ട് ഈ കാണുന്ന ഫിലിമിൽ സർഫസ് എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ കൊറോണ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പ്രിന്റ് കറക്റ്റ് ആയിട്ട് ഇങ്ക് പിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പല ആപ്ലിക്കേഷനും നമ്മൾ കൊറോണ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ടെക്നിക്കൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.